ആതീയതയും വർണ്ണത്തിനെയും വിവേചനത്തിനെയും അടിമത്തത്തിനെതിരെയുമാണ് വേടൻ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഒരു വേടനെ നിങ്ങൾ രാജ്യദ്രോഹികളാക്കി പറഞ്ഞാലും കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾ അത് അംഗീകരിക്കില്ല. കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾ അതിനെ അംഗീകരിക്കില്ല. നിന്റെ കൂടെ നിൽക്കാനായിട്ട് കുറേ ആളുകൾ കാണും. നീ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ നിഴലിന് പോലും ഒരു കറുത്ത നിറമാണ്. അതുകൊണ്ട് ഈ കറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അവഹേളിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്, തന്തയില്ലായ്മയാണ്. നീ പറഞ്ഞത് ഞാൻ വീണ്ടും പറയാണ്, വേടൻ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് വേടൻ പറയുന്നതെന്നാണ് നീ പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് കൊണ്ട് വേടൻ അനുഭവിച്ചിട്ടില്ല എന്നല്ല, വേടൻ അനുഭവിച്ച കാര്യങ്ങളെപ്പറ്റി വേടൻ കൃത്യമായി പറയുന്നുണ്ട്. അത് ഇന്നത്തെ തലമുറയിലുള്ളവർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നീ ഒന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. നീ BJPയുടെ പക്ഷം ചേർന്ന് പിടിച്ച് സംസാരിക്കുന്നോ, നീ നായരായതുകൊണ്ട് സംസാരിക്കുന്നോ, അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാനം. നീ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. നീ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. നിനക്കൊരു നിലപാടുണ്ടെന്ന് വിചാരിച്ച ഞങ്ങളാണ് മണ്ടന്മാരായി പോയത്. നിന്റെ നിലപാട് ഈ പറയുന്ന അടിമകളാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടിമകളാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെയാണ്.